സംസ്ഥാനത്ത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസുകൾ നിത്യേന വർദ്ധിച്ചു വരികയാണ്. അതിനു പിന്നാലെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷ തേടി സംസ്ഥാനത്തെ വിമുക്തി ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ അഭയം തേടുന്നവരുടെ എണ്ണത്തിലും വർധന രേഖപ്പെടുത്തുന്നതായി അധികൃതർ വ്യക്തമാക്കുകയാണ്. ലഹരിയുടെ വിവിധ പാർശ്വഫലങ്ങളെ തുടർന്ന് കിടത്തി ചികിത്സയിലൂടെ ഒരു വർഷത്തിനിടെ 1625 പേർ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഡോക്ടറെ കണ്ട് ചികിത്സ തേടിയത് 19,328 പേരാണ്. മദ്യം, പുകയില, കഞ്ചാവ്, MDMA തുടങ്ങിയ ലഹരികൾക്ക് അടിമകളായി വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുമായി എത്തിയവരാണ് ജീവിതത്തിലേക്ക് മടങ്ങിയത്. വിമുക്തി മിഷന്റെ കീഴിൽ സംസ്ഥാനത്ത് 14 ഡി അഡിക്ഷൻ സെന്ററുകളാണ് പ്രവർത്തിക്കുന്നത്. എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ കൗൺസിലിംഗ് സെന്ററുകളുമുണ്ട്. ഇവിടെ നേരിട്ടും ടെലിഫോൺ മുഖേനയും സേവനം നൽകി വരുന്നുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും നിർബന്ധിച്ചു കൊണ്ടുവരുന്നവരാണ് അധികമെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നുണ്ട്. മെഡിക്കൽ ഓഫീസർ, സൈക്യാട്രിക്, സോഷ്യൽ വർക്കർ അടക്കമുള്ള ജീവനക്കാരുടെ സേവനമാണ് ഈ കേന്ദ്രങ്ങളിലുള്ളത്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായുള്ള തീവ്രയജ്ഞ കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് വിമുക്തി പദ്ധതി സർക്കാർ ആരംഭിച്ചത്. ഇതുവരെ 65 കോടിയോളം രൂപയാണ് ഇതിനായി സംസ്ഥാന സർക്കാർ ചിലവഴിച്ചിട്ടുള്ളത്.